ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഈസ്റ്റർ സ്പെഷ്യൽ വിഭവമായ ഒരു ഡക്ക് പെരളനാണ് ഉണ്ടാക്കുന്നത്. നല്ല എരിവുള്ളൊരു കറിയാണിത്. അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡ് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഈ ഡക്ക് പെരളൻ സ്പെഷ്യലായിട്ട് ഈ ഈസ്റ്ററിനൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ഡക്ക് പെരളൻ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ കമൻസ് അറിയിക്കാനും മറക്കരുത്. എന്തൊക്കെ ചേരുവകൾ ചേർത്താണ് ഈ ഡക്ക് പെരളൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു താറാവ്. ഇത് ഒരു 3/4 കിലോയോളം ഇറച്ചി വേണം. ഒരു വലിയ സവാള നീളത്തിൽ തന്നെ കനം കുറച്ചരിഞ്ഞത്, ഒരു 25 ചുവന്നുള്ളി കീറി വെച്ചിരിക്കുന്നത്. ഇത് ചെറിയ ഉള്ളിയാണ്, 25 എടുത്തിരിക്കുന്നത്. ഒരു 10-20 വെളുത്തുള്ളി അല്ലി, ഇതും ചെറിയ അല്ലിയാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 4 പച്ചമുളക് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇത് വലിയ ജീരകം ചൂടാക്കി പൊടിച്ചെടുത്തതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 തക്കാളിപ്പഴം, ഇത് ചെറുതായിട്ട് അരിയാനുള്ളതാണ്. ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില, വെളിച്ചെണ്ണ, വെള്ളം. നമുക്ക് ആദ്യമേ താറാവൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയുടെ പകുതി ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല. ഇത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. നമ്മൾ ബാക്കി ഇതിൻ്റെ അകത്ത് അരപ്പിനകത്ത് ചേർക്കാനുള്ളതാണ്. മഞ്ഞൾപ്പൊടി, ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം. ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മിയെങ്കിലേ ഈ മുളക് പൊടി ഉപ്പും എല്ലാം എല്ലാ കഷ്ണത്തിലും ഒന്ന് വരികയുള്ളൂ. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. താറാവ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റായി. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ താറാവിന് വേവ് കൂടുതലുള്ളതുകൊണ്ട് ഒരു പ്രഷർ കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. അതിലേക്ക് മാറ്റാം. നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് പ്രഷർ കുക്കർ ഒന്ന് അടച്ചു വെക്കാം. ഇതിന് വേവ് കൂടുതലുള്ളതുകൊണ്ട് ഒരു 6-7 വിസിലെങ്കിലും കേൾക്കണം. ഒരു 6-7 വിസിൽ കേട്ട് കഴിഞ്ഞ് ഒന്ന് നോക്കി കഴിഞ്ഞ് പിന്നെയും വേവുണ്ടെങ്കിൽ പിന്നെയും വേവിക്കണം. താറാവിന് നല്ല വേവുള്ളതാണ്. ആദ്യത്തെ വിസിൽ വന്ന് ഇനി നമുക്ക് തീ കുറച്ചിട്ട് കൊടുക്കാം. ഈ താറാവ് വേകുന്ന സമയത്ത് നമുക്ക് ഇതിനൊരു മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട്. അതിലേക്ക് ചുവന്നുള്ളി ചേർക്കാം. താറാവിന് ചുവന്നുള്ളി ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. മുഴുവൻ ചുവന്നുള്ളി ചേർത്താലും കുഴപ്പമില്ല.
ഞാനിവിടെ പപ്പാളിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ചുവന്നുള്ളി, കുറച്ച് സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് സവാള ചേർക്കാം, പച്ചമുളകും ചേർക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരണം. കുറച്ച് കറിവേപ്പില ചേർക്കാം. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തീ കുറച്ച് വെച്ച് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. ഇതിനകത്ത് കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് മുമ്പിൽ വേണ്ടിയത്. മുളക് പൊടി ഒരു പേരിന് മതി. ഇനി ഇത് തീ കുറച്ച് വെച്ച് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം, കരിഞ്ഞു പോകരുത്. ഇപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർക്കാം. ഈ തക്കാളിപ്പഴം ഒന്ന് വെന്ത് വരണം. തക്കാളിപ്പഴം ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്ക് അല്പസമയം ഇതൊന്ന് മൂടി വെക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ കുറച്ച് സമയമായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരു 3-4 പ്രാവശ്യം ഇളക്കി കൊടുത്തതാണ്. തക്കാളിപ്പഴം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ താറാവ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. 6 വിസിൽ കേട്ട് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ടിരുന്നതാണ്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് എല്ലിന്നൊക്കെ വിട്ടിട്ടുണ്ട്. എല്ലിന്നൊക്കെ നന്നായിട്ട് വിട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഈ മസാല ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് പെരളനായതുകൊണ്ട് ഇതിനകത്ത് ഒത്തിരി ചാറ് ആവശ്യമില്ല. ഇനി ഈ മസാലയും താറാവും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. ഈ മസാല എല്ലാം ഈ താറാവിലൊന്ന് പിടിക്കണം. ഇതിൻ്റെ ഉപ്പും എരിവും നോക്കണം. നമുക്കിത് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. ചെറുതീയിൽ തന്നെ ആയിരിക്കണം. ഇപ്പം ഇതൊരു 4-5 മിനിറ്റ് മൂടി വെച്ചതാണ്. ഇനി ഒന്ന് നോക്കാം. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരൽപ്പം പച്ചക്കറിവേപ്പിലയും ചേർക്കാം. നമുക്കൊരൽപ്പം സമയം കൂടെ മൂടി വെക്കാം. തീ ഓഫ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മളിപ്പം 2-3 മിനിറ്റ് മൂടി വെച്ചിരുന്നതാണ്. ഇവിടെ കറി റെഡിയായി. ഇതിൻ്റെ അകത്ത് ചാറായിട്ടല്ല കിടക്കുന്നത്. ഇതിൻ്റെ എണ്ണയും നെയ്യും എല്ലാം കൂടെ തെളിഞ്ഞ് വന്നതാണ്. ഇതിനകത്ത് ഒത്തിരി ചാറൊന്നുമില്ല. നമ്മുടെ ഈസ്റ്ററിന് വേണ്ടിയുള്ള സ്പെഷ്യൽ താറാവ് പെരളൻ റെഡിയായി. ഇനി നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ പാലപ്പം അല്ലെങ്കിൽ ബ്രെഡ്.
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ഡക്ക് പെരളൻ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ കമൻസ് അറിയിക്കാനും മറക്കരുത്. അടുത്ത നല്ലൊരു വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.